പറഞ്ഞില്ലേ ആ ബൗളറെ അങ്ങനെ എഴുതി തള്ളണ്ട. അടുത്ത വിക്കറ്റ് നേടുന്നു. ഇതാണ് ഞങ്ങളുടെ കൃത്യസമയത്ത് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, വിക്കറ്റുകൾ എടുക്കുന്നു. അപ്പൊ ഞാനെന്നുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നിലാണ്. അതെ, വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. കേരളത്തിൽ തന്നെ ഇത്ര നല്ല കാലാവസ്ഥയുള്ള വേറൊരു സ്റ്റേഡിയം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു മത്സരം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു മത്സരമാണത്. അപ്പോൾ നമുക്ക് അവിടെ കാണുന്നത് എടക്കൽ ഗുഹയുടെ അമ്പുകുത്ത് മലയാണ്. അതിനകത്താണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മനോഹരമായ കുറേ കാപ്പിത്തോട്ടങ്ങളുടെ നടുക്കാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. നമുക്ക് ലോഗോ ഒക്കെ കാണാം ഇവിടെ. ഇന്ന് മത്സരം നടക്കുന്നുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ മത്സരം നടക്കുകയാണ്. മധ്യ കേരളവും മലബാറും തമ്മിലാണ് മത്സരം. നമുക്ക് ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല, കാരണം അവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്. മധ്യ കേരളത്തിൽ ജയിക്കാൻ 49 റൺസാണ് 6 ഓവറിൽ വേണ്ടത്. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇത് പ്രാക്ടീസ് പിച്ചാണ് കേട്ടോ. ഈ കാണുന്നത് പിച്ചാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള പിച്ചാണ്. അപ്പോൾ ഇവിടെ നോ എൻട്രി ആണ്. ആവേശകരമായ ഒരു മത്സരമാണ് കേട്ടോ ഇവിടെ മാറ്റിയിരിക്കുന്നത്. ഒരേ സമയം 2 മിസൈലുകൾ പറഞ്ഞയക്കുന്നു. നഷ്ടമാവുന്നു. തിരിച്ചു വരുന്നു. പ്രകടനം. 3ാമത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു. 4 ഓവർ പൂർത്തിയാവുന്നു. 31 റൺസിന് 3 വിക്കറ്റുമായി മധ്യ കേരള. ടീമുകൾ ഭയങ്കര പ്ലാനിങ്ങിലാണ്. ആര് വേണമെങ്കിലും ജയിക്കാം. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ കളി കാണാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മനോഹരമായ ഗാലറി. ടെലികാസ്റ്റിനായ ക്യാമറാമാൻ ഉണ്ട്. ഇതാണ് കേട്ടോ ഗാലറി വരുന്നത്. മനോഹരമായ ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് കളി കാണാൻ. നല്ല ആവേശമാണ് കേട്ടോ ഗാലറിയിൽ നിന്ന് കളി കാണാൻ. അപ്പോൾ ഇതൊക്കെ ടീംമേറ്റ്സും കോച്ചും ആണ്. അപ്പോൾ ഇവർ ഏകദേശം ജയിക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ജയിക്കുമല്ലേ നോക്കാം. സ്റ്റേഡിയത്തിന് വേണ്ട ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതെല്ലാം ഫ്ലഡ് ലൈറ്റ് ആണ്. സ്റ്റേഡിയത്തിൽ ഉപയോഗിക്കുന്ന ഫ്ലഡ് ലൈറ്റുകളാണ്. ജയിച്ച ടീമിന്റെ ഫോട്ടോ സെഷനാണ്. എടുത്തു കൊടുക്കുന്നത് തോറ്റ ടീമിന്റെ പ്ലെയർ ആണ്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കളി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ പ്രാക്ടീസിലാണ് അവർ. ഇതിനെയാണ് ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയാം. തോറ്റ ടീമിന്റെ പ്ലെയർ ആണ് ജയിച്ച ടീമിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലെ ഗാലറി. ഇപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കളിയും കാണാം. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. മഴയ്ക്കുള്ള കോളും ഉണ്ട്. 2013 ഡിസംബർ 17 KCA വയനാട് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ KCA പ്രസിഡന്റായ JC മാത്യുവും അതുപോലെ തന്നെ റോജർ ബെന്നി പഴയ ഇന്ത്യൻ പ്ലെയറാണ്. നമ്മൾ സ്റ്റുവർട്ട് ബിന്നിയുടെ അച്ഛനും കൂടിയാണ്. രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. അപ്പം തൽക്കാലം നമുക്ക് കൃഷ്ണഗിരി സ്റ്റേഡിയത്തോട് വിട പറയാം. അപ്പോൾ ഇവിടെ ഇനിയും അടുത്ത മത്സരങ്ങൾ അരങ്ങേറാനുണ്ട്. അപ്പോൾ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിന് തന്നെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ അനൂസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.